ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമുക്ക് HTML യൂസ് ചെയ്ത് എങ്ങനെ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫോർ ദാറ്റ്, ഗോ ടു യുവർ നാച്ചർ ആർട്ടിക്കിൾ വൺസ് അഗെയിൻ. സോ ഇതാണ് നമ്മുടെ നാച്ചർ ആർട്ടിക്കിളിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമുക്ക് ഒരുപാട് ലിങ്ക്സ് കാണാൻ പറ്റും, ലൈക്ക് യൂണിവേഴ്സ്, ഫിനോമിന, സയൻസ്. ഓക്കെ, ഇനി നമുക്കിതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാഗ് ഏതാണെന്ന് നോക്കാം. യു കെൻ സി ഇതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിന് പോയിന്റ് ചെയ്യുന്നത്. അതിൽ ദിസ് റെഫേഴ്സ് യൂണിവേഴ്സ്, ഫിനോമിന ആൻഡ് സയൻസ്. സോ യു കെൻ സി ടാഗ് എ ആണ് ലിങ്കിനെ റെഫർ ചെയ്യുന്നത്. നമുക്കിവിടെ 3 ലിങ്ക്സ് കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫിനോമിന നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ടാഗ് എ റെഫേഴ്സ് ലിങ്ക്സ്. സോ ഇൻ ബിറ്റ്വീൻ ടാഗ്സ് നമുക്കൊരു ടെക്സ്റ്റ് കാണാം. ഇവിടെ ഫിനോമിന എന്ന് എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ടാഗ്സ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടെക്സ്റ്റാണ് നമ്മൾ ഈ ലിങ്ക്സിൻ്റെ ഇടയിലായിട്ട് കൊടുക്കുന്നത്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ സം പ്രോപ്പർട്ടീസ്. കുറച്ച് ആട്രിബ്യൂട്ട്സ് കൂടി നിങ്ങൾക്ക് കാണാം, ലൈക്ക് href, ടൈറ്റിൽ. സോ വാട്ട് ഈസ് href? This tells the browser where the link is gonna take us. നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ബ്രൗസറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ href ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ഇവിടെ /wiki, /universe, അതുപോലെ തന്നെ ഇവിടെ /wiki, /phenomenon ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഫസ്റ്റ് ഫോർവേഡ് സ്ലാഷ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ റൂട്ട് ഡയറക്റ്റിംഗ് ടു ദ വെബ്സൈറ്റ് വിച്ച് ഈസ് wikipedia.org. ആൻഡ് നെക്സ്റ്റ് നമുക്ക് wiki/ എന്ന് പറഞ്ഞ് കാണാം, വിച്ച് ഈസ് ദ വിക്കിപീഡിയ ഫോൾഡർ. സോ ദാറ്റ്സ് അബൌട്ട് href. ദെൻ യു ക്യാൻ സീ ടൈറ്റിൽ ഹിയർ. ടൈറ്റിൽ വാട്ട് ഷോസ് വെൻ യു ഓപ്പൺ ദ ലിങ്ക്. നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതാണ് ടൈറ്റിൽ. സോ ദർ ആർ സം അതർ ലിങ്ക്സ് ടു. നിങ്ങൾക്ക് ഈ സെക്ഷനിൽ ഈ സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ കുറച്ച് താഴോട്ടേക്ക് ഇവിടെ ഒരുപാട് ലിങ്ക്സ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാനിതിൽ ഫസ്റ്റ് ലിങ്ക് എർത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. സോ എർത്ത് എന്ന് പറഞ്ഞ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെയിം ഡോക്യുമെൻറ്റിൻ്റെ ഒരു സബ് സെക്ഷനിലോട്ടേക്കാണ് പോകുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിങ്ക്സ്. സോ നൗ ഗോ അഹെഡ് ആൻഡ് ക്രിയേറ്റ് സം ഫ്യൂ ലിങ്ക്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലിങ്ക്സിന് വേണ്ടിയിട്ടൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിതിന് ലിങ്ക്സ് എന്ന് നെയിം ചെയ്യുകയാണ്. HTML. Okay, and I'm copying from hello world or from paragraph to links. ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് ലിങ്ക്സിലോട്ട് മാറ്റുവാണ്. ഓക്കെ, യു ക്യാൻ സീ ദ ചേഞ്ച് ഹിയർ. ദെൻ റിമൂവ് ചെയ്ത് പുതിയൊരു പാരാഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ലിങ്ക് വിൽ ടേക്ക് യു Wikipedia homepage. Okay, this link will take you to the Wikipedia homepage. So ഞാൻ ഈ ലിങ്കിൻ്റെ ടേമിനെയാണ് ഒരു ലിങ്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ടാഗ് എ ആണ്. ഞാൻ എ ടാഗ് യൂസ് ചെയ്യാണ്. ലിങ്കിന് അതിൻ്റെ നെയിമായിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് href കൊടുക്കണം. href എന്ന് പറയുന്നത് വിക്കിപീഡിയയുടെ സൈറ്റിലോട്ടേക്കാണ് പോകുന്നത്. സോ വിക്കിപീഡിയയുടെ അഡ്രസ്സ് കൊടുക്കാം. http://www.wikipedia.org. ഓക്കെ, സോ ഇനി ഞാനൊരു ടൈറ്റിലും കൂടി ആഡ് ചെയ്യാണ് കൊടുക്കുന്നതാണ്.
ടൈറ്റിൽ ഈക്വൽ ടു വിക്കിപീഡിയ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ ലിങ്കിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ അവിടെ വിക്കിപീഡിയ എന്നുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് വരുന്നത് കാണാം. സിമിലർലി ഞാനിത് ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, അത് വിക്കിപീഡിയയുടെ ഹോം പേജിലോട്ടേക്ക് പോയിട്ടുണ്ട്. സോ ഇവിടെ ലൈവ് പ്രിവ്യൂ ഡിസേബിൾ ആയിട്ടുണ്ട്. ഞാൻ എനേബിൾ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഒരുപാട് ടൈപ്സ് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ലിങ്ക് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വെബ് പേജിൻ്റെ paragraph.html എന്ന് പറഞ്ഞ വെബ് പേജിലോട്ടേക്ക് പോകണം. സോ ഫോർ ദാറ്റ് ഞാൻ വേറൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ്. ദിസ് ലിങ്ക് വിൽ ടേക്ക് you to the paragraph web page. സിമിലർലി ഈ ലിങ്ക് എന്നുള്ള ടേമിനെയാണ് ഇപ്പോൾ ലിങ്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ടാഗ് യൂസ് ചെയ്തു. ഇനി നമുക്ക് href എന്താ കൊടുക്കേണ്ടത് നോക്കാം. href എന്ന് പറയുന്നത്, സിൻസ് നമുക്ക് paragraph.html പോകേണ്ടതുകൊണ്ട് ആ ഒരു ഫയൽ നെയിം നമ്മൾ എന്ത് കൊടുത്തോ അത് തന്നെ കൊടുക്കാം. 3.paragraph.html. സോ ടൈറ്റിൽ ഈക്വൽ ടു paragraph. സോ നമുക്ക് ഈ ലിങ്കും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിത് ക്ലിക്ക് ചെയ്യുവാണ്. ഇത് പാരഗ്രാഫ് വെബ് പേജിലോട്ടേക്ക് ഡയറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ നാച്ചർ എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ കണ്ട ഒരു ലിങ്ക്, ദാറ്റ് ഈസ് നമ്മളതിൽ എർത്ത് എന്ന് പറഞ്ഞൊരു ലിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. എർത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെയിം ഡോക്യുമെൻറ്റിൻ്റെ ഒരു സബ് സെക്ഷനിലോട്ടേക്കാണ് പോകുന്നത്. സോ ഞാനിവിടെ ഡോക്യുമെൻ്റായിട്ട് കുറച്ച് ഹെഡിങ്സ് ആയിട്ട് കുറച്ചധികം ഹെഡിങ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവാണ്. എന്നിട്ട് അതിൽ ഒരു ഹെഡിങ്ങിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് പോയിൻറ്റ് ഹെഡിങ് 1. ആ ഒരു കേസാണ് ഇപ്പോൾ എടുക്കുന്നത്. സോ ഞാനിവിടെ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാണ്, H1 സം ടെക്സ്റ്റ്. ഓർ ഫസ്റ്റ് നമുക്ക് ഹെഡിങ് തന്നെ കൊടുക്കാം. ഹെഡിങ്. നൗ സെക്കൻഡ് ഹെഡിങ് എന്ന് പറയുന്നത് സം ടെക്സ്റ്റ്. കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഹെഡിങ് കംപ്ലീറ്റ് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ ലാസ്റ്റത്തെ ഹെഡിങ് കൊടുക്കുന്നത് H1 എന്ന് പറഞ്ഞത് ഒരു ലിങ്ക്. ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിനെ ലിങ്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. നൗ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് പോയിന്റ് ടു ദ ഹെഡിങ് 1. ഹെഡിങ് 1 ഇത് പോയിന്റ് ചെയ്യണം. സോ നമ്മുടെ href, ഇവിടെ ഈ ലിങ്കിന് കൊടുക്കുന്ന href ഷുഡ് നീഡ് ആൻ ID സോ ദാറ്റ് ഇറ്റ് ക്യാൻ പോയിന്റ് ടു ഹെഡിങ് 1. സോ ഹെഡിങ് 1 പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിന് ഒരു ID പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹെഡിങ് 1 H1 നമ്മൾ ഒരു ID ആദ്യം കൊടുക്കണം. സോ ID ഈക്വൽ ടു എനിത്തിങ്. ഇത് ഫസ്റ്റ് ഹെഡിങ് ആയതുകൊണ്ട് നമുക്ക് H1 എന്ന് കൊടുക്കാം. സോ ഇതിൻ്റെ href എന്ന് പറയുന്നത് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ സൈൻ കൊടുക്കണം, ദെൻ H1. ഓക്കെ, സോ ഇവിടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് പോയിന്റ് ഹെഡിങ് 1. ഓക്കെ, സോ ഞാനിവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. യു ക്യാൻ ഓൾസോ ഗിവ് ടൈറ്റിൽ ടു ഇറ്റ്. നമുക്കത് കൂടി കൊടുക്കാം. ടൈറ്റിൽ ഈക്വൽ ടു ഹെഡിങ് 1 ഹെഡിങ് 1. സോ
ഞാനിവിടെ ലിങ്കിൻ്റെ അടുത്ത് പോയിന്റ് ചെയ്യുമ്പോൾ ഹെഡിങ് 1 ടൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ഹെഡിങ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴാണോ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഹെഡിങ് 1 പേജ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെസണിൽ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് HTML ഇമേജസിനെ കുറിച്ച് പഠിക്കാം.